അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും അടയാളപ്പെടുത്തപ്പെടും. നമ്മൾ വിചാരിക്കുന്ന വലിയ കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ അതുപോലെയാവണമെന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ നന്മയ്ക്കാണെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അത് നമ്മുടെ തിന്മയായി മാറിയേക്കാം. ഈ ദുനിയാവിൽ നമ്മുടെ തിന്മയാണെന്ന് കരുതി നമ്മൾ ചെയ്യാതിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നന്മയായി മാറിയേക്കാം. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മുടെ നന്മയും തിന്മയും നല്ലതും ചീത്തയുമൊക്കെ അറിയുന്നവനും മനസ്സിലാക്കുന്നവനുമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ സാന്നിധ്യം. വരൂ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ആത്മീയ യാത്ര നടത്താം. ഒരു മനുഷ്യന് താങ്ങാവുന്നതിലുമപ്പുറം ഭാരമേറിയ കൽപ്പനകളും പ്രവർത്തനങ്ങളും നിയമങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നത് പോലെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരു ശരീരത്തിന് സാധ്യമായതല്ലാതെ ആ ശരീരത്തോട് നാം നിർബന്ധമായി കൽപ്പിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൽപ്പിക്കുകയില്ല. അതുപോലെ തന്നെ അതേ ആയത്തിൻ്റെ തുടർച്ചയായി ഒരു ദുആ കൂടി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. അള്ളാഹുവേ, ഞങ്ങളുടെ ശരീരങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിനുമപ്പുറം ഞങ്ങളോട് നീ കൽപ്പിക്കല്ലേ അല്ലാ എന്നുള്ള ദുആ. എത്ര മനോഹരമാണ് അടിമകളോടുള്ള അള്ളാഹുവിൻ്റെ സമീപനം! എത്ര സ്നേഹവായ്പകളോടുകൂടിയാണ് അള്ളാഹു ഓരോ മനുഷ്യനെയും പരിഗണിക്കുന്നത്! ഇവിടെയാണ് നമ്മുടെ ജീവിത ശൈലികളെ നമ്മൾ ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത്. ഒരുപാട് ഭാരമേറിയ, എടുത്താൽ പൊങ്ങാത്ത, ചെയ്തു തുടങ്ങിയാൽ തീർക്കാൻ സാധിക്കാത്ത ഭാരമേറിയ ഇബാദത്തുകൾ ചെയ്യുന്നതിനുമപ്പുറം എന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, നമ്മുടെ ചെറിയ ശ്രദ്ധ കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകളെ വിളിച്ചു വരുത്താൻ കഴിവുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഒരുപാട് ചെറിയ നന്മകളുടെ ഒരു കൂട്ടം ശേഖരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മഹാന്മാരായ മഹത്തുക്കൾ പറഞ്ഞ ഒരു ആപ്തവാക്യമുണ്ട്, മല്ലാ വിർദലഹു ഫഹുവ ഖിർദുൻ. അതിൻ്റെ ആശയ സമ്പുഷ്ടത ഓരോ മനുഷ്യനെയും നന്മയുടെ വഴികളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. സ്വന്തമായി എന്നും ചെയ്യാൻ പറ്റുന്ന, എന്നും ചൊല്ലാൻ പറ്റുന്ന, എന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്ന, അത് നഷ്ടപ്പെട്ടു പോയാൽ ഹൃദയത്തിനൊരു വേദനയുണ്ടാവുന്ന ഒരു കൂട്ടം നന്മയുടെ ശേഖരണങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്തവൻ അവൻ കുരങ്ങന് സമാനമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുകയാണ്. അഥവാ അവൻ്റെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്ന തലത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള എത്രമാത്രം നന്മകളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ അശ്രദ്ധകൾ കാരണം, നമ്മുടെ അലസതകൾ കാരണം, നമ്മുടെ മടി കാരണം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് വരുന്ന ഒരുപാട് നന്മയുടെ സന്ദർഭങ്ങൾ. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ, നമ്മൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ വുളൂ ചെയ്യുമ്പോൾ, ഇങ്ങനെ എത്രമാത്രം നന്മകളുടെ വലിയ അവസരങ്ങളാണ് നമ്മുടെ അശ്രദ്ധ മൂലം ചിലപ്പോഴൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണിൽ കാണാൻ ചെറുതാണെങ്കിലും ചെയ്യാൻ വളരെ എളുപ്പമാണെങ്കിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ വലിയ മഹത്വമുള്ളതാണ് എന്നുള്ള ചിന്തകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തർക്കും ആർക്കൊക്കെ സ്വന്തമായി ഒരു മുസ്ഹഫുണ്ട്, സ്വന്തമായി ഒരു തസ്ബീഹ് മാലയുണ്ട്, സ്വന്തമായി ഒരു മുസല്ലയുണ്ട്, ആരൊക്കെ നിരന്തരമായി എല്ലാ ദിവസവും 100 സ്വലാത്തുകൾ ചെല്ലാറുണ്ട്, 100 തഹ്ലീലുകൾ, 100 ഇസ്തിഗ്ഫാറുകൾ, 100 തസ്ബീഹുകൾ
100 തഹ്മീദുകൾ, 100 തക്ബീറുകൾ. അതുപോലെ തന്നെ നിരന്തരമായി എല്ലാ ദിവസവും ഓതുന്ന 5 പേജ് ഖുർആനെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ ഖബറിന്റെ കൂട്ടുകാരായി വരിക, സിറാത്തിലെ സഹായികളായി വരിക, നമ്മുടെ മീസാനിലെ ആശ്വാസങ്ങളായി വരിക. ഒരു നന്മയെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമാക്കരുത്. ചെറിയ നന്മയും ചിലപ്പോൾ നമ്മുടെ വലിയ വിജയത്തിന്റെ നിദാനമായേക്കാം. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖ്, നിന്റെ സഹോദരനായ മുസ്ലിമിനെ സന്തോഷദായകമായ മുഖത്തോടുകൂടി കണ്ടുമുട്ടുന്നത് പോലും വലിയ പുണ്യമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ചെറിയ നന്മയെപ്പോലും നമ്മൾ നിസ്സാരമാവരുത്. ചെറിയ നന്മകളാണ്, അതൊരുമിച്ച് കൂടുമ്പോഴാണ് വലിയ വിജയത്തിൻ്റെ കാരണങ്ങളാവുന്നത്. വരൂ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം പണിയാം. ചെറിയ നിമിഷങ്ങൾ കൊണ്ട്, ചെറിയ പ്രവൃത്തി കൊണ്ട്, ചെറിയ വാക്കുകൾ കൊണ്ട് സ്വർഗത്തിലൊരു കൊട്ടാരം പണിതാലോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആരെങ്കിലും 10 വട്ടം സൂറത്ത് ഇഖ്ലാസ് ഓതിയാൽ അയാൾക്ക് വേണ്ടി അള്ളാഹു സ്വർഗത്തിലൊരു കൊട്ടാരം പണിയുന്നു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും 20 വട്ടം ഓതിയാൽ അയാൾക്ക് വേണ്ടി 2 കൊട്ടാരങ്ങൾ അള്ളാഹു സൃഷ്ടിക്കപ്പെടുന്നു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും 30 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അയാൾക്ക് വേണ്ടി അള്ളാഹു 3 കൊട്ടാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, എണ്ണങ്ങൾ കൂടുമ്പോൾ കൊട്ടാരങ്ങൾക്ക് വർധനവുണ്ടാവുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതെ. നമ്മുടെ ചെറിയ സമയമെടുത്തുകൊണ്ട് ഒരു 10 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലത്തിൻ്റെ ഗേഹമായ സ്വർഗീയ പൂങ്കാവനങ്ങളിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒരു കൊട്ടാരം സൃഷ്ടിക്കുകയാണ്. അതുപോലെ തന്നെ ആ സ്വർഗീയ ഉദ്യാനങ്ങളിൽ നമുക്ക് സ്വന്തമായ ഒരു സ്വർഗീയ തോട്ടം പണിതാലോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ വഹബീബത്താനി ഇലർ റഹ്മാൻ വസകീലത്താനി അലൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇത്ര മനോഹരമായ വാക്കുകളാണ്. നാവിൻ്റെ മേൽ വളരെ നിസാരമായ 2 വാക്കുകൾ, നമ്മുടെ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന 2 വാക്കുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന വാക്കുകൾ. ഇതേ ദിക്റിനെ സംബന്ധിച്ച്, തസ്ബീഹിനെ സംബന്ധിച്ച് മറ്റൊരു ഹദീസ് ഉണ്ട്. ഈ ദിക്ർ ഒരാൾ 1 വട്ടം പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന ദിക്റിനെ ഒരാൾ 1 വട്ടം പറയുമ്പോൾ അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഈന്തപ്പന മരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നട്ടുപിടിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്ര വട്ടം ചൊല്ലുന്നുവോ അത്രയും വട്ടം, 100 വട്ടം ചൊല്ലുമ്പോൾ 100 ഈന്തപ്പന മരങ്ങളുള്ള ഒരു സ്വർഗീയ ഉദ്യാനം അയാൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടി, ചെറിയ ചെറിയ നന്മകൾ നഷ്ടപ്പെടുത്താതെ, അതിനുവേണ്ടി പ്രത്യേകമായി ശ്രദ്ധയോടെ, അലസതയില്ലാതെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു കൂട്ടം ചെറിയ നന്മകളുടെ ശേഖരണങ്ങൾ ഉണ്ടാവണം. ചെറിയ നന്മകൾ അള്ളാഹുവിലേക്ക് നമ്മുടെ വലിയ വിജയത്തിന് നിദാനമാക്കി തീർക്കുന്നു. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.